വിശുദ്ധ പൗലോസ് യേശുവിൻ്റെ നാമത്തിൽ പിശാചുകളെ ഒഴിപ്പിക്കുകയായിരുന്നു. യഹൂദ പുരോഹിതനായ സ്കേവായുടെ പുത്രന്മാർ ഇത് കാണുകയും കേൾക്കുകയും ചെയ്തിരുന്നു. അവരും പിശാചിൻ്റെ മേൽ യേശുവിൻ്റെ നാമം പ്രയോഗിച്ചു. പക്ഷെ പിശാച് ബാധിതർ അവരുടെ മേൽ ചാടിവീണ് അവരെ ആക്രമിച്ചു. അവർ മുറിവേറ്റ് നഗ്നരായി ഓടിപ്പോയി. പിശാചിനെ ഒഴിപ്പിക്കാൻ ഈശോ അധികാരം നൽകിയിട്ടുണ്ട്. ഈ ദൗത്യം നിർവഹിക്കണമെങ്കിൽ യേശുക്രിസ്തു ഏക കർത്താവും രക്ഷകനുമാണെന്ന് വിശ്വസിച്ച് ഏറ്റുപറയണം. മാത്രമല്ല വിശുദ്ധിയുടെ പിൻബലവും ഉണ്ടാകണം. പിശാച് ഓടിക്കയറാൻ ഇരിക്കുന്നവനാണ്. അതിനാൽ സംശയരഹിതമായ വിശ്വാസം, വിശുദ്ധി, വിശുദ്ധരുടെയും മലാഖമാരെയും സംരക്ഷണം എന്നീ യോഗ്യതകളുണ്ടെന്ന് ഉറപ്പാക്കുക. പിശാചിനെ ബഹിഷ്കരിക്കും മുമ്പ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നാം ഇന്നേ ദിവസം അനുഗ്രഹീതരാകട്ടെ. യേശു നാമത്തിൽ ഇന്നത്തെ പഠനം പരീക്ഷ അധ്വാന നിർമ്മാണ യാത്ര വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.